മാറി റോഡ് മാറി. അത് കാണാനുള്ള യോഗം ഉണ്ടായി. നമുക്ക് വലിയ പണിയൊന്നുമില്ല, മാപ്പ് നോക്കിയൊക്കെ പോയാൽ മതി കേട്ടോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പണി കിട്ടി. കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു എടുക്കണ്ടേ, ക്യാൻസൽ ആയിട്ടുണ്ട്. ആണ് കമ്പനി. ഇത് എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്നോട് സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് 4 രാജ്യമാണ് കവർ ചെയ്യുന്നത് കേട്ടോ. അതായത് നെതർലാൻഡിൽ ലോഡ് എടുത്തിട്ട് നെതർലാൻഡ്, ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി കേട്ടോ. 4 രാജ്യം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ്. നമ്മളിപ്പോൾ നെതർലാൻഡിലുണ്ട്. നെതർലാൻഡിൽ നിന്ന് കമ്പനിയിലേക്ക് ലോഡ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. 300 മീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. ഇതാന്ന് തോന്നുന്നു കമ്പനി. ഇത് കണ്ടോ, ഇത് കനാലാണ്. ഇതിൻ്റെ ഉള്ളിലാണ്. ഇതാണ് കമ്പനി. ഇത് എവിടെയാണെന്ന് എനിക്കറിയില്ല. വണ്ടികളുണ്ട്. സമാധാനമായി. നമ്മളിവിടെ എത്തി. പക്ഷേ ഇത് എവിടെയാ ഓഫീസെന്ന് നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ പോയി നോക്കണം. ഇപ്പോൾ ഒരു പണി കിട്ടി. അതായത് നമ്മളിപ്പോൾ ലോഡ് എടുക്കാൻ വന്ന ലോഡ് കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു എടുക്കേണ്ടത്. അല്ല, വെള്ളിയാഴ്ച കേട്ടോ. അത് എടുക്കാത്തതുകൊണ്ട് ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. കമ്പനിയിൽ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കമ്പനിയിൽ നിന്ന് മെസ്സേജ് പറഞ്ഞു കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആ പുള്ളി ഉണ്ടോ, ബ്ലൈൻഡ് സ്പോട്ട് റിവേഴ്സാണ് കേട്ടോ. പുഷ്പം പോലെ ഇടുന്നുണ്ടോ? പണിയറിയുന്ന ആളാ. അത് ഇവിടത്തേക്ക് കയറ്റുന്ന കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കാണ് വണ്ടി കയറ്റുന്നത്. നമ്മുടെ അടുത്ത് കമ്പനി പറഞ്ഞായിരുന്നു വെള്ളിയാഴ്ച തന്നെ വന്ന് ലോഡ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കമ്പനീൻ്റെ അടുത്ത് പറഞ്ഞു സമയമില്ല, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. നോ ആംപ്ലിറ്റ്യൂഡ് ടുഡേ 6:09 ആകുമ്പോൾ ഫിനിഷ് ആവുമെന്ന് പറഞ്ഞു. നോ പോസിബിൾ ലോഡിങ്, ഗോ ദയർ എന്ന് പറഞ്ഞു. നീ ജസ്റ്റ് വേസ്റ്റിംഗ് യുവർ ടൈം. അപ്പോൾ എന്നോട് പറഞ്ഞു അത് നീ വേസ്റ്റ് ആക്കുന്നത് നിൻ്റെ സമയം ഇപ്പോൾ അവിടെ വണ്ടി നിർത്തി വേസ്റ്റ് ആക്കുന്ന എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് റെസ്റ്റ് ടൈമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഐ ക്യാൻ വയലേറ്റ്, എനിക്ക് ടാക്കോ വയലേറ്റ് ചെയ്യാൻ പറ്റൂല. ഓൾറെഡി 3 വയലേഷൻസ് നൗ, പ്ലീസ് അറേഞ്ച് മൺഡേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ സീൻ ചെയ്ത് അവിടെ ഒഴിവാക്കി വെച്ചു. അപ്പോൾ ഇപ്പം ഞാൻ പുള്ളിക്ക് ഡിസ്പാച്ചറിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കമ്പനിയിൽ നിന്ന് മെസ്സേജ് പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ അടുത്ത ലോഡ് ഇട്ട് എങ്ങോട്ടായിരിക്കും എന്നറിയില്ല. പിന്നെ അത് മാത്രമല്ല, നല്ല ലോഡായിരുന്നു. റാമ്പ് ലോഡാണ് മിസ്സായത്. കുഴപ്പമില്ല. ചിലപ്പോൾ അവർ സംസാരിച്ച് ചിലപ്പോൾ ഈ ലോഡ് തന്നെ ആക്കിത്തരും കേട്ടോ. ആക്കിത്തരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ, ഉറപ്പൊന്നുമില്ല. അപ്ഡേറ്റ് ആയി കേട്ടോ. ഓർഡർ ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, അത് ക്യാൻസലായി. പണ്ടാരം ഇതിനകത്ത് കണ്ടോ നോ ടാസ്ക് കേട്ടോ. അപ്പോൾ അത് പോയി. ഇനിയിപ്പോൾ അടുത്ത ലോഡ് കേട്ടോ. ഏതെങ്കിലും വരുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. പുതിയ ലോഡ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് 125 കിലോമീറ്റർ കേട്ടോ. അത് ലോഡിൻ്റെ ഇത് മാപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിലടിക്കണം. ഇപ്പോൾ ഇത് ഇറക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിൻ്റെ ഏകദേശം അടുത്താണ് കേട്ടോ. ഇറക്കുന്ന സ്ഥലമൊക്കെ നമ്മളിങ്ങനെ നോക്കും, ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമാണ്. പെടലായിരിക്കും ചിലപ്പോൾ. നമ്മളത് വെറുതെ നോക്കലുണ്ട് കേട്ടോ, എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി. നമ്മൾ ബേസിലേക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ നടക്കൂല എന്നല്ല, പറ്റും. നെതർലാൻഡ് കനാലുകളുടെ സ്ഥലമാണ് കേട്ടോ. മൊത്തം കനാലുകളാണ്, ഇതെല്ലാം കമ്പനികളാണ്. ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. റോട്ടർഡാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എടുക്കാൻ പോകുന്നത്. മുഞ്ചൻ്റെ സൈഡല്ല, മുഞ്ചൻ്റെ കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് സ്വിറ്റ്സർലൻഡിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് കേട്ടോ. ഫുള്ള് ഇതുണ്ടോ കനാലുകളാണ്. ഇതെന്തോ ഒരു കൃഷിയാന്ന് കേട്ടോ. എന്താ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നതെന്നുണ്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടുത്തെ വീടുകളാട്ടോ. എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കും. അടിപൊളി വീടല്ലേ. അതേപോലെ ഇത് ഒരു കൃഷി സ്ഥലമാണ്. മുമ്പിൽ കാണുന്നുണ്ടോ വിൻഡ് മില്ലാന്ന് കേട്ടോ. ഇവിടെ 3 കാണുന്നുള്ളൂ. ഇതൊക്കെ പോകുന്നുണ്ടോ റോട്ടർഡാം. ബ്ലോക്ക് ഉണ്ടോ നോക്കി വെച്ചിരിക്കുന്ന കേട്ടോ. ബ്ലോക്ക് അറിയാൻ വേണ്ടി അങ്ങനെ സൂം ഔട്ട് ആക്കി വെച്ചിരിക്കും. അപ്പുറത്തേക്ക് ഇഷ്ടംപടി ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. മഴ തുടങ്ങി കേട്ടോ. മഴ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വിൻഡ്മില്ലാണ് കേട്ടോ, മൊത്തം വിൻഡ്മില്ലാണ്.
അല്ലേ കാണാൻ രസം. അപ്പുറത്തെ ഒരു ഗ്രേ കളർ ആയതുകൊണ്ട് ഒരു രസമില്ല. അവിടെ വല്ല വെള്ള കളറായതുകൊണ്ട് നല്ല രസമുണ്ടാണ്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഈ സാധനം. അല്ല നേരിൽ കാണാൻ പറ്റിയ കേട്ടോ, ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ പശു ഫാമാണ് കേട്ടോ, പശു ഫാം. എത്രയോ പശുക്കളൊന്നുണ്ട്. പഴയ ആൾക്കാർ ഈ മില്ലുകളൊക്കെ പോലുള്ള സംഭവം അരയ്ക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഈ കാറ്റാടി യന്ത്രം വെച്ചിട്ടാണ് കറണ്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ദൈവം സഹായിച്ച് നമുക്കൊക്കെ അത് കാണാനുള്ള യോഗം ഉണ്ടായി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണങ്ങൾ ഇതാണ്. ഇപ്പോൾ റോട്ടർഡാം ഉണ്ട് കേട്ടോ. റോട്ടർഡാമിലെ പോർട്ടാന്ന് തോന്നുന്നത് കണ്ടിട്ട്. നമുക്ക് വലിയ പണിയൊന്നുമില്ല, മാപ്പ് നോക്കിയാൽ പോയാൽ മതി കേട്ടോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓരോ റോഡ് നമ്പർ നേരെ ബോർഡേ നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് അങ്ങ് പോയിക്കോളാം. കനാല് പോലത്തെ എന്തോ പോർട്ടോ കാര്യങ്ങളോ എന്തോ. കാരണം ഇതുണ്ടോ കണ്ടെയ്നർ കിടക്കുന്നുണ്ടോ. കാരണം ഈ ലൈനിൽ ഞാനിപ്പോൾ വരുമ്പോൾ മൊത്തം കണ്ടെയ്നർ വണ്ടിയായിരുന്നു മൊത്തത്തിൽ. ഇനിയിപ്പോൾ മുന്നോട്ട് കണ്ടെയ്നർ വണ്ടി കുറവാണ്. ഇവിടെ റോഡ് കുറവാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇത്ര വണ്ടിയൊന്നും ഉണ്ടാകാൻ പാടില്ല, ഭയങ്കര വണ്ടി. റോഡ് നമ്പർ A50 കേട്ടോ, A50 ആണ്. ഒരു വെള്ളക്കെട്ട് ഉണ്ട് സൈഡിൽ. മൊത്തം എല്ലായിടത്തും വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. ഈ സൈഡിലും ഉണ്ട് വെള്ളക്കെട്ട്. റോഡ് കണ്ടോ, റോഡിനാ പൈസ കേട്ടോ. തലക്കും പലക്കും. ഇതിൻ്റെ മേലെ ഒരു പാലം, അതിൻ്റെ മേലെ ഒരു പാലം കേട്ടോ. അവിടെ ഒരു വെള്ളക്കെട്ട്. റോഡൊന്നും അത്ര അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ അത്ര അടിപൊളിയല്ല. 2 വീലൊക്കെ പോകുന്നുണ്ടോ. ഇത് അപ്പുറത്തൊരു 2 വീല് പോകുന്നുണ്ട്. ഓരോ റോഡ് വന്ന് കയറുന്നുണ്ടോ ഇലിയെല്ലാം ആയിട്ട്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ടണലിൻ്റെ ഉള്ളിലേക്കായി കയറുന്നത്. കുഞ്ഞ ടണൽ. ഒരു ഇറക്കമാണ് കേട്ടോ, നല്ലൊരു ഇറക്കം ഇറങ്ങി പിന്നെ ഒരു കയറ്റമാണ്. ചെറിയൊരു ടണൽ കേട്ടോ, വലിയ ടണലല്ല. ഓരോ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കാനിയ കേട്ടോ. അവിടുന്ന് വരുന്ന മൊത്തം കണ്ടെയ്നറുകൾ. എല്ലായിടത്തേക്കും കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തുന്നുണ്ട് കേട്ടോ. ഒരു കനാല, ചെറിയ ഒരു ഇതാണ്. സ്ഥലമൊക്കെ ഉണ്ട്, അടിപൊളിയല്ലേ. ഇതൊരു പമ്പ്, അതൊരു പാർക്കിംഗ് കേട്ടോ. ആ 2 സൈഡും പമ്പാണ്. കിട്ടുന്ന സ്ഥലം. അതാണ് ഞാൻ പറഞ്ഞ പൂക്കൃഷി. കുതിരകളെയും കൊണ്ടൊക്കെ വന്നിട്ട് അവിടെ ആള് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കിട്ടും പൂക്കൃഷി കിട്ടും കേട്ടോ. കാണിച്ചു തരാം. ഇൻഡിമില്ലാണ് കേട്ടോ. എന്താ സ്പീഡിലാണ് കറക്കുന്നത് നോക്കിയേ, നല്ല സ്പീഡിൽ. ഇതാ അപ്പുറം കടല കേട്ടോ. ഇത് കടല. ഇതുണ്ടോ താഴെ വെള്ളം നിൽക്കുന്നുണ്ട്. എത്ര താഴത്താണ്, അല്ല സ്ഥലം നിൽക്കുന്നുണ്ട്, എത്ര താഴെയിലാണ്. അങ്ങോട്ട് ഫുള്ള് കടല കേട്ടോ. വിൻഡ് മില്ല് നല്ല സ്പീഡിലാണ് കറങ്ങുന്നത്. ഇവിടെ നല്ല കാറ്റാ. അവിടെ അതുണ്ടോ തിരേൻ്റെ ഒരു ഇങ്ങനെ വരമ്പ് പോലെ ആക്കി ആയിട്ട് കണ്ടോ പത. കാറ്റിൻ്റെ ഇത് കണ്ടോ, അടിപൊളി. ഇതാന്ന് തോന്നുന്നു കേട്ടോ. ഈ വെള്ളം അഡ്ജസ്റ്റ് ആക്കിയിട്ട് വിടുന്ന പരിപാടിയില്ല. അത് ഇത് തന്നെ വരുക പോവുക കേട്ടോ. അത്ര പൊക്കുകയും താക്കുകയും ചെയ്യുന്നില്ല. അതാണിത്. താവട്ടുണ്ടത്. കയറി ഇറങ്ങി അങ്ങ് പോയി നമ്മൾ കേട്ടോ.
ഇത്രയുള്ള പരിപാടി. വേറെ പരിപാടിയൊന്നുമില്ല, ഒരേ സ്പീഡ്, രണ്ട് സൈഡിലും വെള്ളം. ലൊക്കേഷനിലേക്ക് 9.4 കിലോമീറ്റർ ലോഡ് എടുക്കേണ്ട ലൊക്കേഷൻ. ചെറിയ റോഡ്, ഒരു വണ്ടി കറക്റ്റ് പോകുന്ന റോഡ് കേട്ടോ. നമ്മളിപ്പോൾ എത്താനായി, ഏകദേശം 4 കിലോമീറ്റർ. ഇത് തന്നെ ലൊക്കേഷൻ, ഒരു കുഞ്ഞു സ്ഥലം കേട്ടോ. Turn right, then warning, you will enter a restricted area. എന്നതാകുമ്പോ എടുക്കാനുള്ളത് റാമ്പിലോടാവണേ, എങ്കിൽ അടിപൊളിയായിരുന്നു. റാമ്പ് അല്ലെങ്കിൽ ഇപ്പഴാന്തോ. Turn left, then you have reached your destination. അപ്പൊ നമ്മളിവിടെ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടാ. ആ റാമ്പിന്റെ സാധനമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ആ ഇടതുവശത്ത് ഒരു മഞ്ഞ സംഭവം കണ്ട. ആ റാമ്പ് 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 റാമ്പ്. ഭാഗ്യം ഉണ്ടെങ്കിൽ റാമ്പായിരിക്കും, ഭാഗ്യം ഉണ്ടെങ്കിൽ. അറിയില്ല എന്താണ്. നമ്മളിവിടെ എത്തി, ഇനിയിപ്പം എല്ലായിടത്തും പോയി നോക്കട്ടെ. ഇനിയിപ്പോൾ നമ്മളിവിടെ എത്തി, ഇനിയിപ്പോൾ ഇത് അതർ വർക്ക് ഇടും കേട്ടോ. ഇതാണ് അതർ വർക്ക്. ഞാനിപ്പോൾ അവിടെ പോയപ്പോൾ ടൈം സ്ലോട്ട് ഇവർ എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ കമ്പനിയിലേക്ക് മെസ്സേജ് അയക്കണം. വള്ളിക്കെട്ട് അവൻ്റെ ലോഡ് കയറ്റി കഴിഞ്ഞാൽ കേട്ടോ, ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. പടപട ലോഡ് കയറ്റി. ഞാനിപ്പോഴും അവിടെ പോയി, നമുക്ക് ടൈം സ്ലോട്ട് ആയിട്ടില്ല. കമ്പനിയിലേക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഒന്നും ആയിട്ടില്ല. നമ്മൾ വെയിറ്റിങ്ങിലാണുള്ളത് കേട്ടോ. ആ ചിമിട്ട സാധനമാണ്, പക്ഷെ അത് വെടിയും പുകയാണ് കേട്ടോ. അത് ഭയങ്കര സ്പീഡാണ്, കഴിഞ്ഞ പരിപാടി. ഇതാണ് മറ്റൊരു റാമ്പ്. ഇങ്ങനെയും റാമ്പുണ്ട് കേട്ടോ. ഇതൊരു പേപ്പറാണ് കേട്ടോ. ഈ പേപ്പർ നമ്മൾ സ്വന്തം പോയി കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കണം. അതായത് നമ്മൾ പോകുന്ന മിക്ക കമ്പനികളിൽ ഇതേപോലെയൊക്കെ മിക്ക കമ്പനികളിലല്ല, ചില കമ്പനികളിൽ കേട്ടോ, നമ്മൾ പോയി നമ്മുടെ കമ്പനീൻ്റെ നെയിം അടിച്ചു കൊടുക്കണം. പിന്നെ അതിൻ്റെ ഒരു ലോഡിങ് നമ്പർ ഉണ്ട്, അത് അടിച്ചു കൊടുക്കണം. അതൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷമാണ് ഈ പേപ്പർ അതിനകത്ത് പ്രിൻ്റായി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഡ് എടുത്തു കഴിഞ്ഞിട്ട് ഈ നമ്പർ ഉണ്ടോ, ഈ നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ CMR കിട്ടും കേട്ടോ. അതായത് ഓഫീസുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ചില കമ്പനിയിൽ മാത്രം ഇങ്ങനെയാണ്. രണ്ട് സൈഡത്തെ ഗ്ലാസ് വൃത്തിയാക്കി കേട്ടോ. അതിൻ്റെ മിററും വൃത്തിയാക്കി, ഫ്രണ്ട് ഗ്ലാസ് വൃത്തിയാക്കിയിട്ടില്ല. ഈ രണ്ട് സൈഡും, പിന്നെ രണ്ട് സൈഡും മിററും. നമ്മളെ വണ്ടി കഴിയേണ്ട വൃത്തിയാട്ടോ ഇതിനകത്ത്. ഇല്ല, ഇത്ര വൃത്തിയൊന്നും കാണൂല. എന്നാലും വൃത്തിയാക്കി കൊണ്ടു നടക്കണം. എന്നാലേ പോലീസ് പിടിച്ചാലും കുഴപ്പമാട്ടോ. ഇവിടെ പോലീസ് പിടിച്ചാലും കുഴപ്പമാണ്. വണ്ടി വൃത്തിയാക്കിയില്ലെങ്കിൽ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫൈൻ തരും കേട്ടോ. അപ്പം നമ്മുടെ ഏകദേശമായി. അവനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ വിളിക്കാമെന്നാണ് പറഞ്ഞത്. എന്നെ കൂട്ടിക്കൊണ്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്, എനിക്കും അറിയത്തില്ല. ഞാനോർത്ത് അവിടെ നിന്നാണ് കയറേണ്ടതെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ നിന്നല്ല, വേറെ അവിടെ നിന്നായിരുന്നു. നമ്മൾ ആദ്യം വന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ കൊണ്ട് വെക്കാൻ പറയുന്നുണ്ട്, വണ്ടി മാറ്റാൻ പറയുന്നുണ്ട്. നമ്മളിതാണ്ട് ഇപ്പോൾ റാമ്പിൽ വെച്ച് കേട്ടോ, ലോഡ് കയറ്റാൻ വേണ്ടി പോവാണ്. റാമ്പിലിപ്പോൾ വെച്ചിട്ടാണ്. ഇതാണ് പുതിയ ടൈപ്പ് റാമ്പാട്ടാ. ഇതൊന്നും ഇങ്ങനത്തെ റാമ്പൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. ഫോർക്ക് ലിഫ്റ്റിൽ വന്നിട്ട് നേരെ ഇതിൻ്റെ മേലെ കയറി പോകും.
2 ഫോർക്ക് ലിഫ്റ്റാണ് വന്നത് കേട്ടോ. 2 ഫോർക്ക് ലിഫ്റ്റ് വന്നിട്ട് ഒരുത്തൻ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി ഒരുത്തൻ, ബാക്കി കൊണ്ടുവന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി ഒരുത്തൻ. ഫുള്ള് ലോഡായി സെറ്റ്. അത് ഇതിൻ്റെ എയർ ഔട്ടാവുന്ന കേട്ടോ. കഴിഞ്ഞ പരിപാടി. അതിപ്പോൾ പറഞ്ഞ പാർക്കിങ്ങിൽ പോയിട്ട് വണ്ടി സൈഡാക്കിയിട്ട് അവിടുന്ന് ബാക്കി ഡോറൊക്കെ അടച്ചോളാനാണ് പറഞ്ഞത്. അത് മാത്രമല്ല CMR എടുക്കാൻ അങ്ങോട്ട് പോകണം. ഇംഗ്ലീഷ് നോക്കുക. ഇതുണ്ടോ CMR നമ്മൾ ലോഡ് കയറ്റി കഴിഞ്ഞല്ലോ. അതിനകത്ത് നമ്പറുണ്ട് 38. പുല്ല് അടിയുന്നില്ല. 38 81 54. Is your visit? Yes. Set to your pickup. Please enter a signature. നമ്മുടെ സിഗ്നേച്ചറായി. നമ്മുടെ മാരക സിഗ്നേച്ചർ. കുറേ വരെ അധികമായി കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തോടെ പ്രിൻ്റ് വരും. കഴിഞ്ഞ പരിപാടി. CMR ആണത്. അല്ലാതെ പേപ്പർ ആയൊന്നും അറിയില്ലല്ലോ. നമ്മൾ CMR ഒക്കെ മേടിച്ച് വന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ എടുക്കുമ്പം ലോഡിങ് നമ്പർ അടിച്ചു കൊടുത്താൽ മതി. അതിനകത്തേക്ക് നമുക്ക് ഇതേപോലെ CMR വരും. ഏകദേശം ഫിനിഷ് ചെയ്യാം. നല്ല ചങ്ങായിരുന്നു കേട്ടോ. ലോഡ് കയറ്റവും നല്ല ചങ്ങായിരുന്നു. നല്ല കമ്പനിയാണ്. നെതർലാൻഡ് പൊതുവെ അടിപൊളി ആൾക്കാരെല്ലാം. അപ്പം വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ വിട്ടിട്ട് 750 കിലോമീറ്റർ ഉണ്ട്. നാളെ രാവിലെ ഇറക്കണം കേട്ടോ. ഇങ്ങനത്തെ ലോഡൊക്കെയാണ് എന്നാ സുഖമായിരിക്കും അറിയാം. ഒരലമ്പും ഉണ്ടാവില്ല, ഒരു കച്ചറ ഉണ്ടാവില്ല. നേരെ പോവുക, റാമ്പ് വെക്കുക, ലോഡ് എടുക്കുക, പോവുക കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ലോഡ് ഫുൾ ലോഡാ. 24 ടൺ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഏകദേശം ലോഡൊക്കെ എടുത്ത് വെളിയിലേക്ക് ഇറങ്ങും കേട്ടോ. ഇത് മാപ്പ് ഓണാക്കിയപ്പോഴത്തേക്കും അത് അടിച്ചു പോയല്ലോ. ട്രെയിലറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് അത് നീണ്ടിരിക്കുന്ന സാധനം കണ്ടോ. ഫ്രണ്ടങ്ങ് തള്ളിക്കളയും കേട്ടെ. ഇവിടുത്തെ ട്രെയിലർ കണ്ടമാനം വൈഡങ്ങ് തള്ളും. അതൊരു പ്രശ്നമാണ്. ശ്രദ്ധിച്ച് ഓടിച്ചാൽ മനസ്സിലാവും കേട്ടോ. അതൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല. നല്ല സ്ഥലമാണ് എല്ലായിടത്തും. അതാണ് പൈസ. ഇവിടുത്തെ സ്ഥലത്തിന് പൈസ. ഇതിങ്ങനെ വാരി വെട്ടിച്ച് മാറ്റുന്ന എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ബേക്ക് കാണണം. അതിന് വേണ്ടിയാണ് നമ്മൾ അവിടെ നിന്നാണ് ലോഡ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന റോഡ് വന്ന റോഡല്ല കേട്ടോ. ഇത് വേറെ റോഡാണ് പോകുന്നത്. റോഡ് ഏകദേശം അവിടെ ഉണ്ട്. ആ വിൻഡ് മില്ല് കാണുന്നുണ്ട്. അതുകൊണ്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. നല്ല സ്ഥലമാണ്. കിടിലൻ സ്ഥലം. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഗുണമെന്നറിയോ, ആകെപ്പാടെ 18 ഡിഗ്രി ചൂടേ ഉള്ളൂ ഇവിടെ. ഇപ്പം തണുപ്പ സമയം നല്ല തണുപ്പായിരിക്കും. പക്ഷേ ഈ സമയങ്ങളൊക്കെ അടിപൊളിയാണ്. ഉള്ള സമയങ്ങളിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. കാരണം ഒരു ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റാണ്. നമ്മുടെ നാട്ടിലും നല്ല ചൂടല്ലേ. ഇവിടെ അങ്ങനെയില്ല. പുറത്തിറങ്ങിയാൽ നല്ല അത്യാവശ്യം തണുപ്പാണ്. ഇപ്പം നമുക്ക് കോട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് പുറത്തിറങ്ങി നടക്കാം. ഒരു വിഷയമില്ല. വൈകുന്നേരം ആകുമ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടാവും. രാവിലെ ആകുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. ഈ മരത്തിനപ്പുറം കാണുന്ന വീടുകളാണ് കേട്ടോ ഇവിടുത്തെ. നല്ല രസമുണ്ട് കാണാൻ. ഇത് സൈക്കിൾ ട്രാക്കാണ് കേട്ടോ. ഈ ഇടത് വശത്ത് കാണുന്നത്. ഇവിടെ ആൾക്കാർ നടക്കുന്നുണ്ട്. വീടുകൾ നല്ല രസമുണ്ട് കാണാൻ. കണ്ട അതിൻ്റെ ഇടയ്ക്ക് കൂടെയും കനാല് കണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഇവര്. ഇവിടെ എല്ലാം വീടുകളുണ്ടോ. ചെറിയ വീടുകളാട്ടോ. വലിയ വീടുകളല്ല കേട്ടോ. കുഞ്ഞു വീട്. അവർക്കല്ല അത് മതിയും തോന്നുന്നുണ്ട്. ഇത്രയും ചെറിയ വീടാ. എന്താ അങ്ങനെ അവർക്ക് അങ്ങനെയുള്ള വീട് മതി കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം വലിയ വീടാണ് ഈ കാണുന്നത്. പിള്ളേരുണ്ടാവുന്ന അടുത്ത ആൾക്കാർ. നമുക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. 70 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ പിന്നെ എവിടെ പോയാലും ബഹളം വെക്കാറില്ല. നമ്മൾ നൈസായിട്ട് പോക്കാം.
പിള്ളേർ സെറ്റ് കണ്ടോ, സ്കൂളിലെല്ലാം പോയിട്ട് പോകുന്ന പോക്കാട്ടാ. വിൻഡ് മില്ലാട്ടാ, മൊത്തം വിൻഡ് മില്ല്. നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി. അതിൻ്റെ ആ വിൻഡ് മില്ലിന് കുറച്ച് മുമ്പിൽ കണ്ട ഒരു മരമൊക്കെ അതിങ്ങനെ നീളത്തിലുണ്ട് കേട്ടോ. ചെറിയ റോട്ടിൽ കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. വലിയ റോട്ടിലേക്ക് കയറ്റിയിട്ടില്ല ഇതുവരെ. എല്ലാവരുടെ വീടിൻ്റെ മണ്ടയിലും സോളാർ പാനൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മിക്ക വീടുകളുടെ മണ്ടയ്ക്കും. അതായത് ഇപ്പം നമ്മുടെ ഏകദേശം അടുത്താണുള്ളത് ഈ വിൻഡ് മില്ല്. ഈ വിൻഡ് മില്ല് മാത്രമല്ല, അങ്ങോട്ടുള്ള എല്ലാം. ഇതിൻ്റെ സൈസ് മനസ്സിലാവണമെങ്കിൽ ഇതിന് അടുത്തെത്തണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ സൈസ് മനസ്സിലാവും. ഇത് കടലാണ്, കടലിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. After 300 meters, turn left, then go left at the roundabout and take അതായത് the മണ്ണിട്ട് third ഉയർത്തിയ exit. സ്ഥലമാണ് കേട്ടോ ഇതെല്ലാം. നമ്മളിങ്ങനെ കറങ്ങി ഏതോ എതിലോ പോകുന്നുണ്ട്, ഒരു തിരുവാടും കിട്ടുന്നില്ല. Turn left in 257 and then take the second exit at the traffic circle and take the third exit in 59. ഇതിലേ പോകുന്നു. ഇത് ചെറിയൊരു പാലം, ഇതിലേ പോകുമെന്നറിയില്ല. പാസ്സായി കേട്ടോ. ഇതൊക്കെയാണ് പാലം. കറക്റ്റ് 4 മീറ്റർ പാലം കേട്ടോ. അമ്മേ, കാണാനുണ്ട്. ഇതുണ്ട്, ഇതെല്ലാം വെള്ളത്തിന്റെ കെട്ടാട്ടോ. എല്ലായിടത്തും കണ്ടോ വെള്ളക്കെട്ടാ. വെള്ളത്തിന്റെ ഓളം അടിക്കുന്നുണ്ട്. എന്നാ ഇതിലാന്ന് നല്ല ആഴമുണ്ട് കേട്ടോ ഇവിടെ. അതായത് ഇപ്പൊ ഈ റോഡ് പോകുന്ന ഈ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് പോകുന്നത്, രണ്ട് സൈഡിൽ കൂടെ. നേരെ ഉള്ള റോഡ് പോകുന്നത് ഈ രണ്ട് സ്ഥലത്തെയും വെള്ളത്തിന് മേലെ മണ്ണിട്ട് നികത്തിയിട്ടാട്ടാ. ഇവിടെ ഫുള്ള് നല്ല കാറ്റാണ്, കാറ്റാടിപ്പാടമാണ് മൊത്തം. വെള്ളത്തിന് ഭയങ്കര ഓളമടിയാട്ടാ. ഇവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട്, എന്താണെന്നും ഒരു ഐഡിയ ഇല്ല. കണ്ടോ, ഇതാണ് പറയുന്നത്. കണ്ടോ, വെള്ളം പൊക്കത്തുള്ള ഇപ്പോൾ അതിൻ്റെ വെള്ള ഹൈറ്റിലും ഇത് താഴെയുള്ള കേട്ടോ. ഇപ്പുറത്തെ വെള്ളം താഴെയും അപ്പുറത്തെ വെള്ളം ഹൈറ്റിലും ഉള്ള. അടിപൊളി. ഇത് കണ്ടോ, ഇത് നമ്മൾ ഈ ഓരോ സെക്ഷനാക്കി വെച്ചിരിക്കുക. കണ്ടോ, അത് മറ്റേ നമ്മുടെ പനാമ കനാല് പോലെ ഉണ്ടോ കിടക്കുന്ന വണ്ടി, അങ്ങോട്ട് കയറാൻ വേണ്ടി കിടക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ താഴ്ചയില വെള്ളമുള്ളത്. ഇവിടെ താഴ്ന്ന സ്ഥലവും ഇവിടെ കുറച്ച് പൊങ്ങിയ സ്ഥലമാണ്. വെള്ളം കണ്ട ഏറ്റവും മേലെയുള്ള ഇപ്പുറം താഴത്തെ വെള്ളം കണ്ട താഴെയുണ്ട്. മനസ്സിലാവുമെന്ന് അറിയത്തില്ല, എന്നാലും ശ്രദ്ധിച്ചു നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. നെതർലാൻഡ് ശരിക്കും വെള്ളത്തിലാന്ന് പറഞ്ഞ സത്യമാണ്. വിൻഡ് മില്ലെല്ലാം കണ്ടോ തൊട്ടടുത്തെത്തി. എന്നാ സൈസാന്ന് നോക്കിയതല്ലോ. After 800 meters, go around the roundabout and take the fourth exit in 257. നമ്മളിപ്പോൾ മെയിൻ റോഡിലെല്ലാം കയറിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ്രപ്പൻ എന്ന് പറഞ്ഞൊരു ടൗണിലേക്കാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കയറി പോകുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ബ്ലോക്കുള്ള സ്ഥലമാണ്, കിടിലം ബ്ലോക്കുള്ള സ്ഥലങ്ങളാണ് ആൻഡ്രപ്പൻ. ഇവിടുത്തെ ഒരു പോർട്ടാണ് കേട്ടോ. ആ ബ്ലോക്ക് ഇതിനകത്ത് കാണിക്കാൻ തുടങ്ങി. ആൻഡ്രപ്പൻ ഇതാണ് ബ്ലോക്ക് കേട്ടോ. അത്യാവശ്യം നല്ല ബ്ലോക്കുള്ള ടൗണാണ്. ബെൽജിയം ആണ്. നമ്മൾ ബെൽജിയത്താണ്. ബെൽജിയം കയറി ബീരിങ് കൺട്രി അടിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല ബ്ലോക്കാ. After 2 kilometers, take the
exit in 313. നമ്മൾ ഈ ബെൽജിയത്ത് ബ്രസൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ള കേട്ടോ. ലക്സംബർഗ് റോഡിന് നമ്മളിപ്പോൾ കയറി. നല്ല ബ്ലോക്കാണ് കേട്ടോ, നല്ല ബ്ലോക്കും നല്ല റോഡ് പണി കണ്ടോ. റോഡ് പണി അപ്പുറമൊക്കെ പരമാവധി സ്റ്റക്കാട്ടോ, അപ്പുറത്തൊക്കെ ഫുള്ള് സ്റ്റക്കാണ് റോഡ്. നമ്മുടെ അടുത്ത് സ്റ്റക്കാണ്, എന്നാലും നമ്മൾ നൈസായിട്ടൊക്കെ അങ്ങ് പോകുന്നുണ്ട്. ഇപ്പം ബ്രസൽസ് എല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മൾ സൈഡാക്കി വെച്ച സ്ഥലമായിട്ടത്. പാർക്കിംഗ് ഒന്നുമില്ല. എനിക്കും പാർക്കിംഗ് വളരെ ശോകമായിരുന്നു. കാരണം ഞാൻ ഇന്നലെ വണ്ടി സൈഡാക്കുമ്പോൾ 7:30-8 മണിയായിരുന്നു വൈകുന്നേരം. ഞാനിങ്ങനെ കൊണ്ടുവച്ച സ്ഥലമില്ലായിരുന്നു കേട്ടോ. നമ്മളെക്കാളും നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പുറത്തെല്ലാം കണ്ടോ വണ്ടി വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ. രാവിലെ 3 മണി ആയതേ ഉള്ളൂ, 2:55 ആയതേ ഉള്ളൂ കേട്ടോ. ഇപ്പം സമയം 2:55 ആയതേ ഉള്ളൂ. 3:30 ആകുമ്പോഴത്തേക്കും വണ്ടി എടുക്കാം കേട്ടോ. അന്നേരത്തേക്ക് 9 മണിക്കൂർ കഴിയും. ഇപ്പോൾ പാർക്കിംഗ് ആണിത്. തണുപ്പുണ്ട്, ഇറങ്ങനെ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ പല്ലേപ്പും പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയാണ്. രാവിലെ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി, ഇതാ നട റോട്ടിലെത്തി വണ്ടികൾ. ഇത് മെയിൻ റോഡാട്ടാ, A4 ബെൽജിയം A4 നമ്മൾ ഈ ലൈൻ നോക്കണം. ഈ ലൈൻ കട്ടിങ് വരുന്നത്, അതായത് വിട്ടുവിട്ടുള്ള വരയ്ക്ക് കയറണം കേട്ടോ. നമ്മൾ ഇപ്പോൾ ലക്സംബർഗ് കയറി കേട്ടോ. നെതർലാൻഡ്, ബെൽജിയം, ലക്സംബർഗ് ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ റോഡ്. ലക്സംബർഗ്, ഫ്രാൻസ്, ജർമ്മനി ഇത്രയും രാജ്യം കവർ ചെയ്തിട്ടാണ് പോവുക. ഇതാണ് ലക്സംബർഗ് ബോർഡ് കേട്ടോ. നമ്മൾ ലക്സംബർഗ് ഇറങ്ങും കേട്ടോ. ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററിനുള്ളിലാണ് ബോർഡർ. ബോർഡറിലെ ലൈൻ കണ്ടോ അതിൻ്റെ അകത്ത് മാപ്പിൽ. അപ്പം ഇന്നിപ്പോൾ രണ്ടാമത്തെ രാജ്യം കവറായി കേട്ടോ. നേരം വെളുത്ത് വരുന്നുള്ളൂ. എല്ലാവരും നല്ല ചവിട്ടുകാരാ, നിലം തൊടാണ്ടാ ചവിട്ടുന്ന വണ്ടി. ലക്സംബർഗ് അത്രേ വരാനുള്ളൂ കേട്ടോ. ഇതാ ഫ്രാൻസിന്റെ ബോർഡ് കേട്ടോ. ഫ്രാൻസ് വന്നത് റോഡൊക്കെ മാറും. റോഡൊന്നും അത്ര രസമില്ല. അപ്പുറ സൈഡ് ഫുള്ള് വണ്ടിയാണ്. നേരം വെളുക്കുന്നേ ഉള്ളൂ കേട്ടോ. 5:15 ആയതേ ഉള്ളൂ. നമ്മൾ 3:30 ആയപ്പോൾ വണ്ടി എടുത്തതാണ്. നമ്മൾ ബിഗിനിങ് കൺട്രി അടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഫ്രാൻസ് കയറി. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ 3ാമത്തെ രാജ്യം കണ്ടാ. ബിഗിനിങ് കൺട്രി അടിച്ചു പോന്നു. ബെൽജിയം, ലക്സംബർഗ്, ഇപ്പോൾ ഇതാ ഫ്രാൻസ് കേട്ടോ. Follow E31 for 28 kilometers. Now join the highway. റോട്ടിൽ കയറി. മെയിൻ റോഡാട്ടോ, E31. Follow the highway. ലക്സംബർഗ് കുറച്ച് ഓടാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ലക്സംബർഗ് കുറച്ച് വരാനുള്ളായിരുന്നു. ഏകദേശം ഒരു 10-15 കിലോമീറ്റർ മാക്സിമം, അത്രേ ഉള്ളൂ. ഇവിടെ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടോ. അങ്ങനെ നമുക്ക് ഫ്രാൻസിൽ നിന്ന് ഒരു ക്യാമറ അടിക്കാം കേട്ടോ. മൊത്തം 3 എണ്ണമായി. ഒരെണ്ണം ജർമ്മനി, 2 എണ്ണം ജർമ്മനി, ഇപ്പോൾ ഒരെണ്ണം ഫ്രാൻസ്. ഫ്രാൻസിൽ ആദ്യമായിട്ട് അടിക്കുന്നത്.
അതെ, ഒരു പാലത്തിൻ്റെ മേലെ ഞാൻ 70 കിലോമീറ്റർ സ്പീഡ് എന്നിട്ട് മേടി. ഞാൻ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സമയം ഇപ്പം 5:42 കേട്ടോ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. മെറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളീ പോകുന്നത്. മെറ്റ്സ്, നാൻസി എന്നൊക്കെ പറഞ്ഞ സ്ഥലം കേട്ടോ. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ജർമ്മനിയിലാണ്. സ്റ്റട്ട്ഗട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ലോഡ് ഇറക്കേണ്ടത്. ഇനി ഒരു 286 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. രാവിലെ 3:30 വണ്ടി എടുത്തതാണ്. പൂക്കൾ കണ്ടോ സൈഡിൽ കൂടെ, നല്ല രസമില്ലേ കാണാൻ. അടിപൊളി റോഡ് കേട്ടോ. സാധാരണ ഫ്രാൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ദാരിദ്ര്യം പിടിച്ച റോഡ് വഴിയൊക്കെയാണ് വിടാറ്. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല, നല്ല റോഡ് വഴിയാണ് വിടുന്നത്. നല്ല വ്യൂ ആ. സൂര്യൻ ഉദിച്ചിട്ടില്ല കേട്ടോ. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ, തലമുക്കി വരുന്നതേ ഉള്ളൂ. അടിപൊളി റോഡ്. ചെറിയ റോഡാട്ടോ അതിൻ്റെ മേലെ കൂടെ പോകുന്നത്. ഇവിടെ ഒരു കൃഷിസ്ഥലമുണ്ട്. ഇതെന്തോ ഒരു പുല്ലുകൃഷി പോലത്തെ എന്തോ സംഭവം, എന്തോ എനിക്കറിയില്ല. ഇത് ചെറിയൊരു പാർക്കിങ്. റോഡിനെ കുറിച്ച് തള്ളി വന്നുകൊണ്ടാന്ന് തോന്നുന്നു. റോഡ് പണിയാണ്, റോഡ് പണി പോലെ പാർക്കിംഗ് കേട്ടോ. ഇവിടുത്തെയൊക്കെ പാർക്കിങ് ഇങ്ങനെയായിരിക്കും. കള്ളന്മാരെടുത്തു വന്ന് തൂക്കിക്കൊണ്ട് ഇതാ വണ്ടിയെല്ലാം നിർത്തിയിട്ടുണ്ട്. ഫ്രാൻസിൽ നമ്മൾ വണ്ടി സൈഡാക്കുമ്പോൾ നല്ല സ്ഥലം അല്ലെങ്കിൽ ചിലപ്പോൾ കള്ളന്മാരുണ്ടാകും കേട്ടോ. ഇവിടെ റോഡ് പണി ഇല്ല. എന്താണ് വണ്ടി ആക്സിഡന്റ് എന്തോ ആയിട്ട് അവിടെ കത്തിയിട്ടുണ്ട് കണ്ടോ, സൈഡിൽ കണ്ട. അതുകൊണ്ട് അവര് വെച്ച അടുത്ത പാർക്കിങ് അപ്പുറത്ത്. നമ്മൾ ഈ സ്വിറ്റ്സർലാൻഡിന്റെ അടുത്താട്ടോ ലോഡ് ഇറക്കാൻ പോകുന്നത്. സ്റ്റട്ട്ഗട്ട് എല്ലാം കഴിഞ്ഞിട്ട്. ഇതെല്ലാം പുതിയ ടോളാണ് കേട്ടോ. പുതിയൊരു ടോളാണ്, നല്ലൊരു ടോളാണ്. കാണാൻ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. ഓ ഭയങ്കര സ്പീഡായിപ്പോയി കേട്ടോ. നമുക്ക് പറന്നു പോയി. മറ്റവനവിടെ നിർത്തി. അപ്പുറത്തെ അവന് സമയം എടുത്ത് കയറാൻ വേണ്ടി. നമ്മളിപ്പോൾ ജർമ്മനി ബോർഡർ ഏകദേശം കയറാനായി കേട്ടോ. ഇറക്കി വിട്ടായിരുന്നു ഒരു പുറത്തോട്ട്. നമ്മൾ അതായത് ബോർഡറിൻ്റെ അടുത്തുനിന്ന് വെളിയിലേക്ക് വീണ്ടും വിട്ടായിരുന്നു, ഉള്ളിലേക്ക് തന്നെ, ഫ്രാൻസിൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് ഇപ്പം നമ്മൾ വീണ്ടും എക്സിറ്റ് ഇറങ്ങുവാണ്. എക്സിറ്റ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഇടതുവശത്തേക്കാണ് പോകേണ്ട കേട്ടോ. നല്ല രസമില്ല ഇവിടെ കാണാം. ചെറിയ മഴ കേട്ടോ, ചെറിയ മഴ വരുന്നുണ്ട്. നല്ല ക്ലൈമറ്റാണ്. 14 ഡിഗ്രി തണുപ്പേ ഉള്ളൂ. അടിപൊളി. ലോക്കൽ റോഡാട്ടോ. ലോക്കൽ റോഡിലേക്ക് ഇപ്പോൾ കയറും. നാട്ടിലൊക്കെ നല്ല മഴയാന്ന് പറയുന്നുണ്ട്, നല്ല കിടിലം മഴയാന്ന് പറയുന്നുണ്ട് കേട്ടോ. മാപ്പ് അത്രയും ശ്രദ്ധിച്ച് നോക്കണം. ഇവിടുന്ന് വലത്തേക്ക് അടുത്ത റോഡുണ്ട്, അതിലല്ല നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇതൊക്കെയാണ് ചില സമയങ്ങളിലെ പ്രശ്നങ്ങൾ കേട്ടോ. മാപ്പ് നോക്കാണ്ട് ആ വലത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പം അങ്ങ് അപ്പുറത്തേക്ക് പോയി നമ്മൾ കറങ്ങിയൊക്കെ വരേണ്ടി വരും. ചില കമ്പനി അങ്ങനെയൊക്കെ പോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ കട്ട് ചെയ്യും കേട്ടോ. അല്ല താഴെ കൂടെ വലിയ റോഡ് തന്നെ ഉള്ളത്. കൊള്ളാമല്ലോ. അത് ജർമ്മനിക്ക് വരുന്ന റോഡാട്ടോ. ഓഫൻബർഗ്. ആ മാപ്പിൽ കാണിക്കുന്നുണ്ട് ഓരോത്. വണ്ടി വരുന്നുണ്ട് കേട്ടോ. അതാ നമ്മൾ കയറാത്ത. നമ്മളിപ്പോൾ കയറി. എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം കയറി വരാൻ. ബ്ലോക്ക് അടിച്ചു കേട്ടോ, ബ്ലോക്ക് അടിച്ചു. നമുക്കും അടിച്ചു ബ്ലോക്ക്. നമ്മളിപ്പോൾ ഈ പോകുന്ന പാലം ഫ്രാൻസിൽ നിന്ന് തുടങ്ങിയ പാലമാണ്. ചെന്നിറങ്ങുന്നത് ജർമ്മനി കേട്ടോ. ജർമ്മനിൻ്റെ ഡച്ച് ലാൻഡ്. ജർമ്മനി കയറി
നമ്മൾ ബിഗിനിങ് കൺട്രി തൊട്ട് ബേക്ക് വെച്ച് നമ്മൾ ബിഗിനിങ് കൺട്രി അടിച്ചായിരുന്നു. അതിൻ്റെ എന്നിട്ട് ഈ ഒച്ച വരുന്നത്. നല്ല അടിപൊളി സ്ഥലമല്ലേ, കാണാൻ വേണ്ടി നല്ല സുന്ദര സ്ഥലമല്ലേ ഇവിടെ മൊത്തം. അടിപൊളി സ്ഥലം. നമ്മളിപ്പോൾ ഈ പോകുന്നത് ഒരു ചെറിയ റോട്ടിൽ കൂടെയാണ്. ഇത് മരത്തിൻ്റെ ഒക്കെ എന്തോ ഒരു കടയോ അങ്ങനെ എന്തോ ആണ് കേട്ടാ. കുഞ്ഞു സ്ഥലം. ഈ വീടൊക്കെ ഉണ്ടല്ലോ മലേൻ്റെ സൈഡിൽ കൊത്തി അരിഞ്ഞ് ആ മലയോട് ചേർന്നിട്ടാണ് വീട് വെക്കുന്നത് ഇവർ. ഒക്കെ അടിപൊളിയാക്കി വീടുകളൊക്കെ. ഒരു ചിമ്മിനി വീടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പുറം മലയാ, ചെറിയ കുന്നും പ്രദേശമാണ്. എന്താ അടിപൊളി സ്ഥലമൊന്നുണ്ടോ. അവിടെ പാർക്കിംഗ് ആണ് കേട്ടോ വണ്ടീൻ്റെ. ഈ കല്ലിൻ്റെ ബേക്കിൽ പാർക്കിംഗ് ഉണ്ട്. വെള്ളം ഒഴുകി നമ്മുടെ നാട്ടിലെ പോലെ ആയിപ്പോയി കളറൊക്കെ കല്ലിന്. ടണലിൻ്റെ പണിയാണ്. അവിടെ ഒരു ചക്രമൊക്കെ കറങ്ങുന്നുണ്ടോ, ടൈമിൻ്റെ ക്ലോക്കൊക്കെ ആക്കി വെച്ചിട്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കേട്ടോ ഇത്. എന്താ അടിപൊളി കാണാൻ. കുറേ പൈസ മുടക്കിയിട്ടുണ്ട്. ഏതാ സ്ഥലം? ഫുള്ള് വീടുകളാണ് കേട്ടോ. സൈഡിൽ കാണുന്നതെല്ലാം വീടാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കണ്ടല്ലോ. അല്ല കിൻഡൽ സ്ഥലങ്ങളാണ് മൊത്തം. ഒരു രക്ഷയില്ല. ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയ ആണ് മൊത്തം കേട്ടോ. ചെറിയ വർക്ക്ഷോപ്പ്, 4 മീറ്ററിൻ്റെ പാലം, ഇങ്ങനെയൊക്കെയാണ്. 4 മീറ്ററിൻ്റെ പാലമൊക്കെ, അതായത് വണ്ടിയൊക്കെ കറക്റ്റായിട്ട് കടന്നു വരും കേട്ടോ. അങ്ങനെ ഇപ്പം തട്ടി പുറത്തുനിന്ന് ഇപ്പോൾ ഒരാൾ നോക്കുവാണെങ്കിൽ ഇപ്പം തട്ടി എന്ന് തോന്നുന്നു. അങ്ങനത്തെ സ്ഥലത്ത് കൂടെ നമ്മൾ വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം നമുക്കറിയാം. ഇത് 4 മീറ്റർ ആണ് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് കൂടെ നമ്മുടെ വണ്ടി പോകണ്ടേ. അതിൽ കുറഞ്ഞതിൽ പോകാൻ പാടില്ലെന്നാണ് പറയുന്നത്. സ്റ്റൈല് കണ്ടോ സ്ഥലത്തിൻ്റെ. ഇവിടെ പണ്ടവൻ ആൾക്കാരുണ്ട് കേട്ടോ. മൊത്തം വീടുകളാണ്. ഇതുണ്ടോ ഒരു പള്ളി ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടോ ഒരു വീടാണ് ഇത് താഴെ നിൽക്കുന്നത്. താഴെ കൂടെ ഒക്കെ റോഡുണ്ട് കേട്ടോ. ഇതാണ് പള്ളി. ഏകദേശം നമ്മൾ എത്താനായി. മല കയറി. അത് കഴിഞ്ഞിട്ട് ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത റോട്ടിൽ കൂടെ ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ ലൊക്കേഷനിലേക്ക് എത്തുവാണ് കേട്ടോ. 2.3 കിലോമീറ്റർ ഇവിടുന്ന്. നമ്മളിപ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ലോണം ശ്രദ്ധിക്കണം. ട്രാഫിക് ലൈറ്റ്, അതേപോലെ എന്തെങ്കിലും ട്രാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. വഴി തെറ്റിപ്പോയാൽ പണി പാളും. കാരണം ടൗൺ ഏരിയ ആയതുകൊണ്ട്. അതേപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നു കേട്ടോ. നമ്മളിപ്പോൾ കയറാൻ പോകുന്ന ഒരു നന്ന ചെറിയ സ്ഥലത്തേക്കാണോ സംശയമുണ്ട്. ഇടത്തേക്കാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ട്രെയിലറൊക്കെ പോകുന്ന വഴിയാന്ന് തോന്നുന്നു. നമ്മ രണ്ടും കൽപ്പിച്ച് ഞാൻ പോക്കന്നെ.
900 മീറ്റർ. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിലേ അല്ലേ പോകേണ്ടത്? ദൈവമേ, ഒന്ന് കഴിഞ്ഞ ഇതൊക്കെ കമ്പനി തന്നെയാണോ സംശയം. റാമ്പായാൽ മതിയായിരുന്നു. റാമ്പല്ല തണ്ടിപ്പോവും കേട്ടോ, സൈഡ് പൊളിക്കേണ്ടി വരും. ഇത് വലിയ റോഡാ, പ്രശ്നമില്ല. After 300 meters, turn left onto Unterdamug. ആ വലതുവശത്ത് കാണുന്നത് സൈക്കിൾ മറ്റേ പോവാൻ വേണ്ടിയുള്ള ട്രാക്കാണ്. After 200 meters, turn left, then you have reached your destination. 200 മീറ്റർ ഇതോ. Turn left, then you have reached your Now destination. turn left. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും After പൊതുവെ കമ്പനി എല്ലാം 150 കൊണ്ടുവരുന്നത് meters, കേട്ടോ. you will reach your destination. The destination will be on your left. It's on your left. ഇതന്നെ ഇവിടെ റാമ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ ലൊക്കേഷൻ കേട്ടോ. ഇനിയിപ്പോൾ ഇവിടത്തേക്ക് റിവേഴ്സ് നോക്കണം. അതിനിപ്പോൾ പോയി സ്ഥലം നോക്കണം. വള്ളിക്കട്ടയല മൊത്തത്തിൽ വണ്ടി തിരിച്ച് അതിൻ്റെ ഉള്ളിൽ കയറൽ പാടാപ്പാട് വിടും. ഇവിടെ ഇട്ട് വട്ടം കറക്കണം കേട്ടോ. ഇതാണ് സ്ഥലം കേട്ടോ. ഇതൊരു പള്ളിയാണ് അപ്പുറത്തെ. ഇവിടെയാണ് നമ്മൾ ഇറക്കാൻ വന്നത്. കുഞ്ഞിറാമ്പ കേട്ടോ. നമ്മളെല്ലാ പ്രാവശ്യവും പെടാപ്പാട് കൊടുത്തല്ലുണ്ട്. അങ്ങനെയല്ല, കുഴപ്പമില്ല, എവിടെയാണ് നമ്മൾ ഇറക്കും. ഇതാണ് സ്ഥലം. ചെറിയ സ്ഥലം കേട്ടോ. റാമ്പെല്ലാം കുറച്ച് ചെറുതാണ്. തൊട്ടപ്പുറത്ത് ഒരു ചെറിയ വണ്ടിക്കും കൂടി വന്ന് ലോഡ് കയറ്റാനുള്ള സ്ഥലമേ ഉള്ളൂ. നമ്മുടെ സാധനമൊക്കെ ഉണ്ട് താഴെ സൈക്കിളിൻ്റെ അവിടെ എടുത്ത് നിലത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു നടവഴിയാണ്. നമ്മളിവിടെ ഇങ്ങനെ വണ്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോഡും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ. വണ്ടി ഇവിടെ സൈഡാക്കി. പുഴയല്ല, വെള്ളമാകുന്നു കേട്ടോ. അങ്ങോട്ട് ഇറങ്ങാനും പറ്റൂല. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ കാണാൻ പറ്റും കേട്ടോ. രാത്രി എന്തേലും മറ്റേ ഇവിടെ കിടക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളം എടുത്ത് കുളിക്കാം കേട്ടോ. അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലം. നമ്മുടെ വണ്ടി അത് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ട കൂടെ കൂടിക്കോ. അടിപൊളി വീഡിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ശരി.